ജയറാമേട്ടനും രാജസേനൻ സാറും നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് നല്ല നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഒരു സിനിമ ഹിറ്റായ ശേഷം ഓക്കെ നിങ്ങൾ അങ്ങനെ ഒരു കൂട്ടുകെട്ടിൽ തന്നെ മുന്നോട്ട് പോവാം അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ജേർണി ആയിരുന്നോ, അതെയോ വരുന്ന കഥകളൊക്കെ ജയറാമിന് പറ്റിയതാണ് അങ്ങനെ അത് സംഭവിച്ചതായിരുന്നോ? അങ്ങനെയൊന്നുമല്ല. ഞാൻ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് 8 സിനിമ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് യാദൃശ്ചികമായിട്ട് ജയറാമിനെ പരിചയപ്പെടുന്ന വളരെ വിചിത്രമായൊരു പരിചയപ്പെടലാണ്. അതായത് ഞാൻ ചെന്നൈയിലായിരിക്കുന്ന സമയത്ത് നാന വീക്കിലിയിൽ പത്മരാജൻ സാറ് ജയറാമിനെ കണ്ടെത്തി അവരെന്ന് പറയുന്ന സിനിമയെ കൂടി അവതരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു ഇത്. അപ്പം അതിൻ്റെ താഴെ പുള്ളിയുടെ അഡ്രസ്സ് ഇട്ടിരുന്നു ജയറാമിൻ്റെ. ജയറാം ആനന്ദ് എന്നാണ് വീട്ടുപേര്, പെരുമ്പാവൂർ. ഞാൻ എന്ത് ചെയ്തു, ഒരു ഇല്ലന്റ് വാങ്ങിയിട്ട്, അന്ന് ഇതൊന്നും ഇല്ലല്ലോ, മൊബൈലൊന്നും ഇല്ല, പണക്കാരൻ്റെ വീട്ടിൽ മാത്രമേ ലാൻഡ് ഫോൺ ഉള്ളൂ, നമുക്ക് ഡയറക്ഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ഇല്ലൻറ്റിൽ എഴുതിയിട്ടു, ഇങ്ങനെ പത്മരാജനെ പോലെ ഇത്രയും വലിയൊരാളിൻ്റെ സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ സാധിച്ചത് ഭാഗ്യമാണ്. ഒരു ശരാശരി സിനിമാ നടൻ്റെ നിലവാരത്തിലേക്ക് താഴ്ന്നു പോകാതെ കലാകാരനെ സ്നേഹിക്കുന്ന ഒരു നടനായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു എഴുതിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് അതേപോലെ ഇല്ലൻറ്റിൽ മറുപടി, പാവങ്ക്രൂരൻ എന്ന മനോഹരമായ സിനിമയെടുത്ത സംവിധായകനാണല്ലോ എനിക്ക് പ്രോത്സാഹന കത്ത് അയച്ചത്, നമുക്ക് കാണാം, നമുക്കും ഒന്നിച്ച് പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചൊരു കത്ത്. അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടു, എന്തോ ഒരു ദൈവാധീനം ഉണ്ട്, ഒരു നിമിത്തം ഒക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ. പിന്നെ ഞാൻ എൻ്റെ കല്യാണം വിളിക്കാൻ വേണ്ടി ട്രിവാൻഡ്രത്ത് വിറ്റ്നസ് എന്ന സിനിമയുടെ സെറ്റിൽ പോയി. അവിടെ വെച്ചാണ് ജയറാമിനെ കാണുന്നത്, ഫേസ് ടു ഫേസ് കാണുന്നത്. അപ്പം ഞാൻ എന്നെ അറിയൂ, അയ്യോ ഞാൻ ഒരിക്കലും മറക്കില്ല, എനിക്ക് ആദ്യമത്തെ കത്തെഴുതിയ ആളല്ലേ. അങ്ങനെ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ ഒരു നാടക മത്സരത്തിന് ഞാൻ ജയറാമിനെ സമ്മാനദാനത്തിന് വിളിച്ചുകൊണ്ട് പോയി എൻ്റെ നാട്ടിൽ. തിരിച്ച് വരുന്ന വഴിക്ക് എൻ്റെ അടുത്ത് വെച്ച്, ഇങ്ങനെ ചുമ്മാ ഇരുന്നാൽ മതിയോ, സിനിമ ഒന്നും ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു, സിനിമയൊക്കെ ചെയ്യണം, നിങ്ങളുടെ പുതിയ തലമുറ ആൾക്കാരുമായിട്ടൊന്നും എനിക്ക് വലിയ അടുപ്പമൊന്നുമില്ല. എന്തിനടുപ്പം, ഞാനില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കടിഞ്ഞൂൽ കല്യാണം സിനിമ. ഞാൻ പറഞ്ഞു, ഇത് പറഞ്ഞതൊക്കെ ശരിയാണോ, നടക്കുന്ന കാര്യമാണോ? ഉറപ്പ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 10,000 രൂപ അഡ്വാൻസ് കൊണ്ടുവന്ന് കൊടുത്തു ഹോട്ടൽ അമൃതയിൽ. അന്നൊക്കെ 10,000 രൂപ. അതാണ് കടിഞ്ഞൂൽ കല്യാണം. കടിഞ്ഞൂൽ കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി വർക്കൗട്ടായി. സിനിമയ്ക്ക് 3-4 സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടി. അയലത്തെ അദ്ദേഹം നെക്സ്റ്റ് മൂവി, അത് സൂപ്പർ ഹിറ്റ് അടിച്ചു. 3ാമത്തെ ഞങ്ങളുടെ പടമാണ് മേലേപ്പറമ്പിലാണ്. അതോടുകൂടി പിന്നെ അറിയാലോ, പിന്നെ അങ്ങോട്ടുള്ള സിനിമകളെല്ലാം ഒരു 100 ദിവസം ഓടുന്ന സിനിമകളായി. ശരിക്കും പറഞ്ഞാൽ ഒരു പരസ്പരം പ്രാണനെ പോലെ സ്നേഹിച്ചിരുന്ന 2 സുഹൃത്തുക്കൾ ആയിരുന്നു. ഇപ്പൊ എന്താ? അയ്യോ, അതെന്താ സാർ അങ്ങനെ? അല്ല, ഇപ്പൊ നല്ല അതങ്ങനെ തന്നെ ആവും. അതിന്റെ ജാതകം അത്രേ ഓരോന്നിനും ഓരോ വിധി എന്ന് പറയുന്ന പോലെ. പക്ഷെ അല്ല, ആ ഒരു അതായത് സുഹൃത്ത് ബന്ധം നഷ്ടപ്പെട്ടു എന്നാണോ, അതേ സിനിമ നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് നിർത്തി എന്നുള്ളതാണോ? സുഹൃത്ത് ബന്ധം നഷ്ടപ്പെടാതിരുന്നിരുന്നെങ്കിൽ ഇപ്പൊ ഒരു 10 സിനിമയും കൂടെ ഇറങ്ങിയത്. രണ്ടും കണക്റ്റഡ് ആണ്. അത് പോയി, ആ ഒരു ബന്ധം അങ്ങ് അകന്നുപോയി. വഴക്ക് കൂടാതെ പരസ്പരം എന്തെങ്കിലും പറഞ്ഞു വരുത്താതെ അകന്നു പോയ 2 സുഹൃത്തുക്കളാണ്. വഴക്കിട്ടിരുന്നെങ്കിൽ ആർക്കെങ്കിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റിയത്. വഴക്കില്ല, പക്ഷെ മിണ്ടത്തില്ല. ഓൾഡ് വാർ, കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത വഴക്ക് ഇങ്ങനെ വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുകയാണ്. ഓൾഡ് വാർ. അതുകൊണ്ട് നമ്മൾ മലയാളികൾക്ക് വലിയ നഷ്ടം സംഭവിച്ചു. സാറ് പറഞ്ഞ പോലെ ഒരു 10 സിനിമ, നല്ല നല്ല സിനിമകൾ സംഭവിക്കേണ്ടിരുന്നത് നമുക്ക് കാണാനുള്ളൊരു ഭാഗ്യം കൂടിയാണ്. പക്ഷെ അത് ഓർക്കാൻ സുഖമുള്ള ഒരു 12 വർഷങ്ങളായിരുന്നു. എന്നും ഞങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിക്കും. ഒരു വല്ലാത്ത ഒരു സ്നേഹമായിരുന്നു. യെസ്. അപ്പോൾ എന്തായാലും അതായിരുന്നു നമ്മുടെ ഒരു വിശേഷം. എന്നാലും ആ നല്ലൊരു വിശേഷം നമ്മളുമായിട്ട് ഷെയർ ചെയ്തതിന് താങ്ക് യു സോ മച്ച് സർ. സൂപ്പർ അമ്മയും മകളും